അല്ല, ഇതിലൊരു കാര്യം നമ്മൾ ഈ കേസിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. SFIO കേസ് ഒരു കെട്ടിച്ചമച്ച കേസല്ല. ആദായ നികുതി വകുപ്പ് CMRL കമ്പനിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായ തെളിവുകളോടെ അവർക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു കേസാണ്. ഇൻകം ടാക്സ് അപ്പീൽ കമ്മിറ്റിക്ക് മുമ്പാകെ CMRL കമ്പനി ഉദ്യോഗസ്ഥർ നേരിട്ട് നൽകിയ അഫിഡവിറ്റ്, അതായത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കൾക്കും തങ്ങൾ കോടിക്കണക്കിന് രൂപ, ശതകോടിക്കണക്കിന് രൂപ നൽകിയതിൻ്റെ വിശദാംശങ്ങൾ CMRL കമ്പനി ഉദ്യോഗസ്ഥന്മാർ തെളിവെടുപ്പിനിടെ സ്വമേധയാ അപ്പീൽ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളതാണ്. ആ കേസിലാണ് ശ്രീമാൻ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് ചെക്ക് വഴിയായിട്ട്, അതായത് DD ആയിട്ട് അവർ നൽകിയിട്ടുള്ള 1,76,00,000 രൂപയുടെ കണക്ക് വരുന്നത്. എന്നാൽ അതിനനുബന്ധമായി കേരളത്തിലെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കൾക്കും CMRL കമ്പനി, കർത്തയുടെ കമ്പനി, ലക്ഷക്കണക്കിന് രൂപ അല്ലാതെയും നൽകിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ED നടത്തുന്നത്. അല്ലാതെ ഇതൊരു സുപ്രഭാതത്തിൽ ശ്രീ പിണറായി വിജയനെതിരായിട്ട് രാഷ്ട്രീയ പ്രേരിതമായി ആരെങ്കിലും കെട്ടിച്ചമച്ച ഒരു കേസല്ല. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ കേസാണ്. ആദായ നികുതി വകുപ്പിൻ്റെ അപ്പീൽ കമ്മിറ്റിക്ക് മുമ്പാകെ CMRL വ്യക്തമായ തെളിവുകളോടെ സമർപ്പിച്ചിട്ടുള്ള കണക്കുകളുടെ വിശദാംശങ്ങൾ തേടിയുള്ള അന്വേഷണമാണ്. ED അന്വേഷിക്കുന്നത് ആ പണം എങ്ങോട്ടൊക്കെ പോയി. വീണ വിജയന് ബാങ്ക് വഴി നൽകിയ 1,76,00,000 രൂപ മാത്രമല്ല EDയുടെ അന്വേഷണ പരിധിയിൽ വരേണ്ടത്. അതിനപ്പുറത്ത് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കോടാനുകോടി രൂപ ഇവരെന്തിനാണ് നൽകിയത്? വീണ വിജയൻ്റെ കമ്പനി എന്ത് ജോലി ചെയ്തിട്ടാണ് അവർ ഈ പ്രതിഫലം നൽകിയത്? വീണയുടെ മൊഴിയുണ്ടല്ലോ. ഒരു ജോലിയും ചെയ്യാതെയാണ് വീണ വിജയൻ ഈ പ്രതിഫലം, ഈ പണം വാങ്ങിയതെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതായി കണ്ടു. ED എഴുതി കൊടുത്തു, അവിടെ നിന്ന് ഒരു കാര്യവും കിട്ടിയിട്ടില്ല, ഒരു വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. നോക്കൂ, ഇത് മുഹമ്മദ് റിയാസിൻ്റെയും വീണ വിജയൻ്റെയും വീട്ടിൽ മാത്രം നടത്തിയിട്ടുള്ള റെയ്ഡല്ല.